ഹലോ ഗൈസ്. രാവിലെ തന്നെ ഈ കോളേജിൽ പോക്ക് ഫറലായത് കൊണ്ട് അതിനാണ് പോയി. അവിടെ നിന്ന് അടച്ചപ്പോൾ ഞാൻ പറഞ്ഞു അതിനോട് വാ പോവാന്ന്. അപ്പൊ അതിന്റെ ഉള്ളിൽ കിടന്ന് മെയിൻ ആവുക. എനിക്കാണ് ഇടമ കയ്യിൽ നിന്ന് തരിച്ചാണ്ട് വന്നിക്ക്. അങ്ങനെ ഓനടുത്താണ് ഇറക്കി നമ്മൾ കോളേജിൽ നിന്ന് വിട്ട് പോകുന്ന ഈ കാണാൻ മസ്തക്കാരൻ പെരും കച്ചറി. പിന്നെ നമ്മൾ ഓണടിച്ചാണ്ട് വെറുപ്പിച്ചു. അപ്പോൾ ഒരു വേഗം മാറ്റി തന്നെ വണ്ടി പോകുമ്പോൾ ഷാദിൽ അടക്കണം ഒച്ചുണ്ടാക്കുന്നത് ഞാനുണ്ട് പറഞ്ഞിട്ട്. അപ്പോൾ അവനെ പിടിച്ച് നമ്മൾ വണ്ടിയുമ്പോൾ കണ്ടു വെച്ചു. നാലാള് റോങ് സൈഡും പോലീസ് പിടിച്ചാൽ നല്ല രസമുണ്ടാവും. ഓരോരോ കുത്തിക്കഴപ്പുകൾ. അങ്ങനെ ഞങ്ങൾ നാലാളോട് നേരെ റൂമിൽ കണ്ടു വിട്ട്. റൂമിലോട്ട് എത്തി കുറച്ചു നേരം നല്ല ബോറടി. അപ്പൊ നമ്മൾ നേരെ ബീച്ചിൽ കണ്ടു വിട്ട്. ആടെത്തി നമ്മൾ ഓരോ പീടിയ കയറി ഓരോ സാധനം നോക്കി ഇങ്ങനെ നടക്കുകയാണ്. അവിടുത്തെ ഒരു പീടിയ നിട്ടുണ്ടോ ഈ കണ്ടത് അങ്ങനെ ഉണ്ട്. അത് ബീച്ചിൽ ഇങ്ങനെ നടക്കുമ്പോഴാണ് മൂന്നാൾ കിടന്നുറങ്ങുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു കുറച്ച് മണൽ വരെയായിട്ട് തലയിൽ കൂടെ അങ്ങനെ ഇട്ടാലോ. പിന്നെ എനിക്ക് തോന്നി വേണ്ടാന്ന്, വെറുതെ കടി എന്തിനാ വാങ്ങിക്കൂട്ടണേ. ഇവിടെ നോക്കുമ്പോൾ ഒരു സാധനം ഇത് എന്തെന്നാന്ന് എനിക്കറിയില്ല. ഇത്രയും പൊക്കിട്ടൊക്കെ സ്റ്റെപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഇത് ഉണ്ടാക്കിയോന്ന് സമ്മതിക്കണം. ഈ നമുക്ക് ഇപ്പൊ ഇങ്ങനെ ആൾക്കാർ കയറുക ഓരോ മണ്ടന്മാർ ഓരോ സാധനം ഉണ്ടാക്കുക. അത് കണ്ടിട്ട് ചാടാൻ നമ്മളെ പോലത്തെ ഓരോ പൊട്ടന്മാർ അവൻ കണ്ട് ഇങ്ങനെ നടന്നു പോകുമ്പോൾ ബീച്ചിൽ ഫുള്ള് തുളകൾ. ഇതെന്താ സംഭവം ഇങ്ങനെ ഞങ്ങൾ ആലോചിച്ചു. അങ്ങനെ നമ്മളെ കുറച്ച് നേരത്തെ ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞ് നമ്മളെ സംഭവം കണ്ടുപിടിച്ച് അത് ഫുള്ള് ഞണ്ടുകൾ ഉണ്ടാക്കിയാണ്. നിറച്ചുണ്ട് മറ്റേ ഉറുമ്പില്ലേ, ഉറുമ്പിലായിരിക്കും നിറച്ചുണ്ട്. കാല് കുത്താൻ കാലടിയിലൊക്കെ ചാടി ഓടണത്. ആളൊന്നും എടുത്തപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി. പിന്നെ എന്റെ കോൺസെൻട്രേഷൻ മൊത്തം ഈമക്കാണ്ട് പോയി. ഇന്റെ ടിക്ക് അങ്ങനെ എടുത്താൽ കണ്ണടിച്ചാൻ പൊളിക്കുന്നു പറഞ്ഞു. അങ്ങനെ അവിടുത്തെ നമ്മൾ നേരെ റൂമൊക്കെ പോയി. അപ്പൊ ശരി, അസ്സലാമു അലൈക്കും എല്ലാവർക്കും.